എടൂർ കാരാപ്പറമ്പ് ആവിലാപ്പള്ളിയിൽ കർമ്മലമാതാവിന്റെ തിരുനാൾ സമാപിച്ചു. ജൂലൈ 12 ആരംഭിച്ച തിരുനാൾ ജൂലൈ 16 വ്യാഴാഴ്ച ആഘോഷമായ ഊട്ടുനേർച്ചയോടെ തിരുനാളിന് സമാപനമായി. ജൂലൈ 12 രാവിലെ 8:30 ജപമാലയോടെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 ജപമാലയോടുകൂടിയുള്ള ശുശ്രൂഷകൾ നടന്നു. ഇന്ന് 7:30 മുതൽ 11:30 വരെ പീഠാനുഭവ തിരുമണിക്കൂർ ശുശ്രൂഷകൾ നടന്നു. തുടർന്ന് 11:30 റവറന്റ് ഫാദർ വിൽസൺ സാംപ്രിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും തുടർന്ന് പ്രദക്ഷിണവും 10,000-ലധികം വിശ്വാസികൾ പങ്കെടുത്ത പരിശുദ്ധ കർമ്മല മാതാവിന്റെ ആഘോഷമായ ഊട്ടുനേർച്ചയോടെ തിരുനാളിന് സമാപനമായി. മറിയത്തിന്റെ നേതൃത്വത്തിൽ അവരൊന്നിച്ചിരുന്നു പ്രാർത്ഥിച്ചു. അവരെന്ന് പറയുമ്പോൾ ഈ ചിതറിപ്പോയവരെ ഒന്നിച്ചു കൂട്ടിയ അമ്മയാണ് പരിശുദ്ധ അമ്മ. അതാണ് നമ്മൾ ആദ്യം ഇന്നേ ദിനം ധ്യാനിക്കേണ്ടത്. കാരണം കർമ്മലരാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഉത്തരീയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നൊരു കാര്യം പരിശുദ്ധ അമ്മ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ സംരക്ഷണത്തിന്റെ തുടക്കം പണ്ടേ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ അപ്പോസ്തലരുടെ 1:14-15 വായിച്ച് കേൾക്കുന്നത്. ചിതറിപ്പോയവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ചിതറിപ്പോയെന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ മാത്രമല്ല, നമ്മളുടെ കാലഘട്ടത്തിലും ഈ ചിതറിപ്പോകലുണ്ട്. അതെങ്ങനെയാണ് ഒരു വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ പല കാര്യങ്ങളിൽ വ്യഗ്രത കൊണ്ട് കഴിഞ്ഞ് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് പലതും ചെയ്യേണ്ട കാര്യങ്ങളല്ല. സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മളെയൊക്കെ നയിച്ചു കഴിയുമ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേണ്ടാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ആ അമിത താല്പര്യങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നതൊരു ചിതറിപ്പോകുന്നൊരവസ്ഥയാണ് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് അതുപോലുള്ള അവസ്ഥ ഒത്തിരി ഉണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരെയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38-42 വായിക്കുമ്പോൾ ഈശോ മാർത്ത മറിയം ഭവനത്തിൽ ചെന്നുകൊണ്ട് മറിയത്തോടും മാർത്തയുമായിട്ട് പറയുന്നൊരു കാര്യമാണ്, മേരി ഹാസ് ചോസൻ ദ ബെറ്റർ പോർഷൻ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്നാ പറയുന്നത്. അതായത് അവൾ ഈശോയിൽ ഏകാഗ്രമായിട്ടിരുന്നെന്നുള്ളതാണ്. ചിതറിപ്പോകാനായിട്ട് അവൾ സമ്മതിക്കുന്നില്ല. അതിനാണ് ഈശോ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്, നല്ല കാര്യം അവൾ തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യണം. നമ്മളുടെ ജീവിതത്തിനൊക്കെ അർത്ഥം തരുന്ന കാര്യം,